അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കല്ലേ. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം എന്തായിരിക്കും നിലപാട് എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹത്തെ 3 കള്ളക്കേസുകളിൽ കുടുക്കിയെങ്കിൽ ഒന്നിൽ പോലും അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. 3ലും ഹൈക്കോടതിയും സെഷൻസ് കോടതിയും പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല, മാത്രമല്ല ഈ കേസ് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ നാറിപ്പൊഴുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. മാത്രമല്ല ഈ കേസുകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. അദ്ദേഹം മത്സരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ അദ്ദേഹം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ വലിയ തോതിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പിണറായി വിജയൻ നടത്തുന്ന ജുഗുപ്സാപരമായ കാര്യങ്ങളെയെല്ലാം കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം UDF വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ. ഇതിനിടയിലാണ് പാലക്കാട് MP ശ്രീകണ്ഠൻ അദ്ദേഹത്തെ അടൂരിൽ വെച്ച് കാണുന്നതും അതോടൊപ്പം ചർച്ച ചെയ്യുന്നു. ഇത് വലിയ വാർത്തയായി കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹവുമായി ഞാൻ കണ്ടാൽ സംസാരിക്കും, അദ്ദേഹത്തോട് ലോക്യം പറയും, അദ്ദേഹത്തോട് എനിക്കെന്താ വിരോധം? കാരണം ഞങ്ങൾ CPM-ന് മാതിരിയല്ല. CPM-ൽ ഏതെങ്കിലും ഒരാളെ പിടിച്ച് പുറത്താക്കിയാൽ അവരോട് സംസാരിച്ചാൽ പിന്നെ അവരെ ആ പാർട്ടി സ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റി കളയും. ഒരാളുടെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അതിനെ ആർക്കും തടയാൻ പറ്റില്ല. അതോടൊപ്പം അദ്ദേഹത്തെ തെറ്റ് ചെയ്തു, ആ പാർട്ടി നടപടിയെടുത്തു, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊന്നുമല്ല. എതിരാളികളാണെങ്കിൽ പോലും ഞാൻ സംസാരിക്കും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് VD സതീശനും രാഹുൽ മാങ്കൂട്ടനും ഒന്നിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ചിട്ട് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളാണ്, പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പ്രസ് കോൺഫറൻസിന്റെ പത്രക്കാരോട് പറഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതൃത്വം വിലയിരുത്തുന്നത് എന്നാണ് അറിയുന്നത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ വയനാട് ടൗൺഷിപ്പിൽ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ കൂക്കുവിളി ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കൂക്കുവിളിക്കില്ല, മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPM-ന്റെ MLA-യോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല, ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. വോട്ട് എണ്ണുമ്പോൾ BJP-ക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വയം ഈ ചുവറൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJP-യുടെ ഒരു പെർഫോമൻസിൽ എന്താ ഒരു കമന്റ്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് MLA-യും പാലക്കാട് MP-യും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരിക്കും? ഞാൻ കണ്ടാൽ സംസാരിക്കല്ലോ, അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല.